സ്വപ്നായിരുന്നു. ആ അംബിക പറഞ്ഞതുപോലെ പാലില് ഉറങ്ങാനുള്ള മരുന്ന് കലക്കി കാണൂ. ദൈവമേ, അരുതാത്തൊന്നും സംഭവിക്കല്ലേ. ശ്ശോ, ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. ഒന്നവിടെ വരെ പോയാലോ? ഈ രാത്രിയില് എന്ത് കാരണം പറഞ്ഞ അങ്ങോട്ട് കയറി ചെല്ലും? ഈശ്വര, രാജുവിനും ഋതികയ്ക്കും പാടില്ലാത്ത വിചാരങ്ങളൊന്നും വരരുതേ. മനസ്സിൽ വിചാരിക്കുന്ന പോലെ നടന്ന ക്ഷേത്രത്തിലേക്ക് ഞാനൊരു നിലവിളക്ക് വാങ്ങിച്ചു തന്നേക്കാവേ. ദൈവമേ, കൈവിടല്ലേ. രാജു, ദാ പാല്. എനിക്ക് പാലൊന്നും വേണ്ട. മാഡത്തിന് വേണമെങ്കിൽ മാഡം കുടിച്ചോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആദ്യം ഈ പാലിന്റെ പകുതി രാജു കുടിക്കണം, എന്നിട്ട് ബാക്കിയുള്ള പാല് എനിക്ക് തരണം. അങ്ങനെയല്ലേ ശാന്തി മുഹൂർത്തത്തിന് മുൻപ് ചെയ്യേണ്ടത്? മാഡം, എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ആ പാല് തന്നെ. നമ്മൾ രണ്ടാളും ശരിക്കും വിവാഹം കഴിഞ്ഞെന്ന് ഓർത്ത ഇവരിങ്ങനെ ശാന്തി മുഹൂർത്തം നടത്താൻ തീരുമാനിച്ചെന്ന് ഞാൻ ഓർത്തില്ല. മാഡം, ഇത് ശരിയാവില്ല കേട്ടോ. മാഡത്തിന്റെ ജീവിതം വെച്ച് ഇങ്ങനെ കൈവിട്ട കളിക്ക് ഞാൻ നിൽക്കില്ല. മതിയാക്കാം മാഡം. മാഡം വാ, നമുക്ക് വർമ്മ സാറിനോട് എല്ലാ സത്യവും തുറന്നു പറയാം. ശരി രാജു, നമുക്ക് അച്ഛനോട് എല്ലാം തുറന്നു പറയാം. സത്യമാണ് മാഡം. സത്യം ഇങ്ങ് വാ. ധൃതി വെക്കാതെ രാജു. എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച് നമ്മുടെ ശാന്തി മുഹൂർത്തം നടത്താന്ന് തീരുമാനിച്ചതല്ലേ. ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് നാളെ നമുക്ക് അച്ഛനോട് എല്ലാം തുറന്നു പറയാം. മാഡം, മാഡം എന്താ മാഡം? മാഡം എന്റെ അടുത്തേക്ക് വരരുത്. എന്താ? എന്റെ അടുത്തേക്ക് വരരുത് മാഡം. മാഡം, 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 പ്ലീസ് മാഡം, എനിക്ക് ഇക്ലിയാവുന്നു. ഓ, കിട്ടേ കാര്യമുള്ളൂ. എന്തായി കാണിക്കുന്നത് മാഡം? എനിക്ക് ഇക്ലിയാവുന്നു മാഡം. വേണ്ട, പ്ലീസ്, തമാശ കളിക്കല്ലേ മാഡം. അല്ല രാജുദേ, എല്ലാം അച്ഛനോട് തുറന്നു പറയണ്ടേ? വേണ്ട മാഡം, മാഡം, തമാശ കളിക്കല്ലേ മാഡം. മാഡം വേണ്ട, പ്ലീസ്, വേണ്ട, വേണ്ട, പറയണ്ടേ? ഇത്രയും നേരമായിട്ടും അവരെണീക്കാത്ത എന്തമ്മേ? നീ ഒന്ന് സമാധാനപ്പെട് ദീപക്കെ. അവര് ഉറങ്ങാനുള്ള മരുന്ന് കലക്കിയ പാല് കുടിച്ചതിന്റെ ക്ഷീണത്തില് ഉറങ്ങുന്നതാവൂ. അമ്മയൊന്ന് അവളെ വിളിച്ചു നോക്കി. ചെല്ല്. ഋതികേ, ഋതിക മോളെ, ഋതികേ, മോൾ ഇതുവരെ എണീറ്റില്ലേ? ദാ വരുന്നമ്മായി. രാജു, എനിക്ക് രാജു. എന്താ മാഡം? മോളെ ഋതു, മാഡം എന്താ?
അമ്മായി? സമയം എത്രയായി? എന്താ ഉണരാൻ ഇത്രയും വൈകിയേ? നീ ആ ഗ്ലാസിങ് താ. രാജുവിടെ? രാജുവേട്ടൻ ഉറങ്ങുക. വേഗം റെഡിയായേ താഴേക്ക് വാ. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ശരി അമ്മായി. ഉം. ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത്? ദീപകിനോട് ഞാനിനി എന്ത് സമാധാനം പറയും? അവിടെ താഴേക്ക് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. അമ്മേ, ദീപകെ, വോയിസ് റെക്കോർഡർ കിട്ടിയോ? കിട്ടിയമ്മേ. ആശ്വാസമായി. ഞാൻ ചെന്നപ്പോഴേ രണ്ടാളും റൂമിലുണ്ടായിരുന്നു. നീ ഇതെങ്ങനെ എടുക്കുന്നോർത്ത് ടെൻഷനിലായിരുന്നു ഞാൻ. നീ ഇതെടുക്കുന്നത് അവര് കണ്ടില്ലല്ലോ. ഇല്ലമ്മേ, കണ്ടില്ല. നീ അത് പ്ലേ ചെയ്. അവരെന്താ ഇന്നലെ രാത്രി മുഴുവൻ സംസാരിച്ചതെന്ന് നമുക്ക് കേൾക്കാലോ. ആ ശരി അമ്മേ. നീ പ്ലേ ചെയ്. അംബിക മേഡം, വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ രാജുവിന്റെ ഋതികയുടെയും ശാന്തി മുഹൂർത്തം നടക്കുന്നതായിട്ടൊരു ദുസ്വപ്നം കണ്ടു. പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. രാവിലെ അംബിക മേഡം എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? രാവിലെ ഫോൺ നോക്കിയിരുന്ന നമ്മുടെ പ്ലാനൊക്കെ നടക്കൂ. അല്ല, എന്തായി? ഇന്നലെ റൂമിൽ എന്താ നടന്നേ? അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ രമ്യ, നീ ഒന്ന് സമാധാനപ്പെട്. റെക്കോർഡർ കൈ കിട്ടിയല്ലേ ഉള്ളൂ. അതൊന്ന് കേട്ടു നോക്കിയാലല്ലേ അതിലെന്താ ഉള്ളതെന്ന് അറിയാൻ പറ്റൂ. ഇങ്ങോട്ടാ. നീ എന്ത് പണിയായി കാണിക്കുന്നെ? ഏയ്, റിസ്ക് എടുത്ത് ഈ സാധനം ഹൃതികയുടെ റൂമിൽ കൊണ്ട് വെക്കാൻ പറ്റുമെങ്കിൽ അതിലെന്താന്ന് പ്ലേ ചെയ്ത് നോക്കാനേ എനിക്ക് പറ്റും. മനസ്സിലായോ? വിട്. ഇങ്ങോട്ട് തരാൻ. വിട്. വിടാൻ. ഇങ്ങോട്ട് തരാൻ. ഏയ്, രമ്യ. തരാൻ. ഞാൻ പ്ലേ ചെയ്താലും ഇത് പ്ലേ ആവും. വിട്. നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ഇവരെ കൊണ്ട് തോറ്റല്ലോ. ഇങ്ങോട്ട് തരാം. എന്താ ഇത്? ഇത് അറിയില്ല അമ്മാവ. കണ്ടിട്ടെന്തോ വോയിസ് റെക്കോർഡർ പോലെ തോന്നി. അതിലെന്താണെന്ന് നോക്കാൻ തുടങ്ങിയപ്പോ രമ്യ സമ്മതിക്കുന്നില്ല. ഈ വോയിസ് റെക്കോർഡർ ആരുടെയാ? അറിയില്ല അമ്മാവ. ഞാനിവിടേക്ക് വന്നപ്പോ ദേ അവിടെ കിടക്കുമായിരുന്നു. രമ്യ എന്താ രാവിലെ തന്നെ ഇവിടെ? ഞാൻ ക്ഷേത്രത്തിൽ പോയി വരുന്ന വഴി അംബിക മേഡത്തിനെയും പിന്നെ നിങ്ങളെല്ലാരെയും കാണാന്ന് വിചാരിച്ച് കയറിയത്. ഉം.
ഞാൻ എന്ത് ഭാഗ്യവാനാ. നീ എന്റെ സ്വന്തം അവന് മാത്രം. എന്ത് സുഹൃത്താ ഞാൻ ചെയ്ത്. ഞാൻ നിന്റെയും നീ എന്റെയും ആണെന്ന് തീരുമാനിച്ച ദൈവം എത്ര കാരുണ്യവാനാ. പറയണ്ടേ? മേഡം വേണ്ട മേഡം. രാജു, എന്തത്? മേഡം, ഇതൊരു വോയിസ് റെക്കോർഡർ ആണല്ലോ. അയ്യോ, അപ്പോ നമ്മളിവിടെ സംസാരിച്ചതൊക്കെ ആരെങ്കിലും കേട്ടു കാണോ? ഏയ്, ഇത് ലൈവായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ഒന്നും അല്ല. ഇതിവിടെ വെച്ചത് ആരാണെങ്കിലും തിരിച്ചെടുത്തത് പ്ലേ ചെയ്താൽ മാത്രമേ റെക്കോർഡായ വോയിസ് കേൾക്കാൻ പറ്റൂ. ഇത് അമ്മയുടെയും ദീപകിന്റെ പണിയായിരിക്കും. അത് ഉറപ്പല്ലേ? ഇപ്പൊ മാഡത്തിന് മനസ്സിലായോ നമ്മുടെ ശാന്തി മുഹൂർത്തം നടത്താൻ അംബിക മാഡം എന്തിനാ ഇത്ര ഉത്സാഹം കാണിച്ചെന്ന്? മനസ്സിലായി. രാജു എന്റെ കഴുത്തില് താലി കെട്ടിയിട്ടില്ലെന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തി ദീപകിനെ കൊണ്ട് എന്റെ വിവാഹം നടത്തിക്കാനുള്ള അമ്മയുടെ ബുദ്ധി. രാജു, നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. കൊടുക്കണം, കൊടുക്കാം. ഋതിക മാഡം, ഞാൻ ഈ ഡിവൈസിലുള്ള റെക്കോർഡ് ആം വോയിസ് എല്ലാം റീസെറ്റ് ചെയ്തു. ഇനി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും നാളെ നമുക്കെതിരായി അംബിക മാഡം വർമ്മ സാറിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. രാജു, ദാ പാല്. ആദ്യം ഋതിക മാഡം കുടിക്ക്. ഋതിക മാഡം കുടിച്ചതിന് ശേഷം ബാക്കി എനിക്ക്. വേണ്ട, രാജു ആദ്യം കുടിക്ക്. എന്തിനാ ഋതു നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന? നീ എന്റെ ജീവനല്ലേ രാജു. ഞാൻ എന്ത് ഭാഗ്യവാനാ. നീ എന്റെ സ്വന്തം അവന് മാത്രം. എന്ത് സുഹൃത്താ ഞാൻ ചെയ്ത്. ഞാൻ നിന്റെയും നീ എന്റെയും ആണെന്ന് തീരുമാനിച്ച ദൈവം എത്ര കാരുണ്യവാനാ. ചേട്ടാ, ഇത് ചേട്ടന്റെ രഹസ്യങ്ങൾ ചോർത്താൻ ആരും ചെയ്തതല്ല. ശാന്തി മുഹൂർത്തം നടക്കുന്ന മുറിയിൽ വോയിസ് റെക്കോർഡർ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചെയ്ത് ആരായാലും വളരെ മോശമായിപ്പോയി. ഈ വീട്ടിലെ സെക്യൂരിറ്റി പരിചയമില്ലാത്ത ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. പിന്നെ പുറത്തൊരാള് എങ്ങനെ ഇത് കൊണ്ടുവയ്ക്കും? അതും ഋതുമോളുടെ റൂമില്. അതെ, ഇത് ചെയ്തത് ആരാന്ന് കണ്ടുപിടിക്കണം പ്രതാപേട്ട. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാ. അതെ അതെ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ദീപക്കെ, നീ പോലീസിനെ വിളിക്കേ. മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ വീട്ടിൽ കയറി ഈ തോന്നിയാസം കാണിച്ച ആരായാലും അവരെ കൈയോടെ പിടിക്കണം. ഇവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ അധികം ദിവസമൊന്നും ആവില്ല. എടാ ദീപക്കെ, നീ പോലീസിന് ഫോൺ ചെയ്. വേണ്ട, പോലീസിനെ വിളിച്ചറിയിച്ച് അതിന് മീഡിയ അറിഞ്ഞ്
വാർത്തയാക്കി അതൊരു പ്രശ്നമാക്കണ്ട. ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. ചേച്ചി പറയേ, ചേച്ചിക്ക് അറിയാൻ സംശയമുണ്ടോ? ദൈവമേ, അമ്മയെങ്ങാനും ഇനി എന്റെ പേര് പറയൂ. അമ്മാവ, എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? ഈ വോയിസ് റെക്കോർഡർ ഋതികയുടെ മുറി വെച്ചത് രമ്യാണെന്ന് എനിക്ക് തോന്നുന്നത്. രമ്യോ? അതെ അമ്മാവ, രാജു ഋതികയെ വിവാഹം ചെയ്ത സമയത്ത് രമ്യയുമായി രാജുവിന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. രമ്യ ഇങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. ഈ റെക്കോർഡർ അവിടെ കിടന്ന് കിട്ടിയതാ. പക്ഷെ രമ്യ വന്ന പാടെ റെക്കോർഡർ എന്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയില്ല അത് നിലത്ത് വീണത്. ഇത് ദീപക്കെ വെറുതെ അനാവശ്യം പറയരുത്. വർമ്മ സാറേ, ഇത് ഞാനല്ല ചെയ്തത്, സത്യമായിട്ടും ഞാനല്ല. രമ്യയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. ദീപക് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതിപ്പോ ഇവിടെ വെച്ച് തുറന്ന് സമ്മതിക്കുന്നതാണ് നല്ലത്. പറയടി, വോയിസ് റെക്കോർഡർ ഋതികയുടെ റൂമിൽ നിന്ന് എടുക്കാനല്ലേ നീ രാവിലെ തന്നെ ഇവിടേക്ക് വന്നേ? ദീപകെ, രമ്യ വോയിസ് റെക്കോർഡർ ഋതികയുടെ റൂമിൽ കൊണ്ടുവെക്കുന്നത് നീ കണ്ടോ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനത് കണ്ടെന്ന് പറയണോ അതോ കണ്ടില്ല എന്ന് പറയണോ? എടാ, നിന്നോടല്ലേ ഞാൻ ചോദിച്ചേ. ഋതികയുടെ മുറിയില് ഈ നിൽക്കുന്ന രമ്യ വോയിസ് റെക്കോർഡർ കൊണ്ടുവെക്കുന്നത് നീ കണ്ടോ? അമ്മേ, അത് ഞാൻ... പ്രതാപ, വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ രമ്യയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ഇടയ്ക്ക് പുതിയ 7 പേരെയാ നമ്മൾ ഈ വീട്ടിലേക്ക് ജോലിക്കെടുത്തത്. അവരാരെങ്കിലും ആയിക്കൂടെ ഇത് ചെയ്തത്? ഈ കിടക്കുന്ന വോയിസ് റെക്കോർഡറിന്റെ പിന്നിൽ ആരാണെന്നേ ഞാൻ കണ്ടുപിടിച്ചോളാം പ്രതാപ. വർമ്മ സാറേ, നമസ്കാരം. നമസ്കാരം. കൺഗ്രാചുലേഷൻ സാർ. എന്താ ഇതൊക്കെ? എന്താ വിശേഷം? അത് ശരി, അപ്പൊ വർമ്മ സാർ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. സുകുമാരൻ സാറ് വർമ്മ സാറിനെ വിളിച്ച് പറഞ്ഞു കാണുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഓ, ഫോൺ സൈലന്റിലായിരുന്നു. സുകുമാരൻ സാറിന് മിസ് കോൾ ഉണ്ട്. വർമ്മ സാറേ, പാർട്ടി വരുന്ന ഇലക്ഷന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. നമ്മുടെ മണ്ഡലത്തിൽ ഇത്തവണയും വർമ്മ സാർ തന്നെയാണ് സ്ഥാനാർത്ഥി. പ്രതാപ, വിജയം ഇത്തവണയും നിനക്ക് തന്നെ ആയിരിക്കും. ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. ചേട്ടാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ശേഖര, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചൂടാക്കേണ്ട സമയമായി. അതെ. ആ, വർമ്മ സാറേ, കൺഗ്രാറ്റ്സ്. വർമ്മ സാറേ, എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ദീപക്. അമ്മാവ, ആ, നിങ്ങൾക്കറിയാലോ, ഇവൻ എന്റെ അനന്തരവന് ദീപക്. ദീപക്, ഇവരൊക്കെ നമ്മുടെ പാർട്ടിയുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇത്തവണ എന്റെ ഒപ്പം നിന്ന് ഇലക്ഷന്റെ എല്ലാ ചുമതലയും നോക്കി നടത്തുന്നത് ദീപക്കായിരിക്കും.
ചേച്ചി ചേച്ചി ആഗ്രഹിച്ചതുപോലെ ഇവർക്ക് വേണ്ടി നടത്തേണ്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു പ്രതാപ. എങ്കിൽ പിന്നെ ഇവരെ ഇന്ന് തന്നെ മടക്കി അയക്കാമല്ലോ. ആ എങ്കിൽ ആദ്യം അത് ചെയ്യും. വരൂ. ശരി സർ.